നമസ്കാരം. വോട്ടർ അറിയാതെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് അയാളുടെ വോട്ട് മോഷ്ടിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്നത് എങ്ങനെയെന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോയിൽ. ഒരു സ്ഥാനാർത്ഥിക്ക് ചെയ്ത വോട്ട് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരിലാക്കാം. വേണമെങ്കിൽ ആ വോട്ട് നോട്ടയ്ക്കും കൊടുക്കാം. ഈ കുറ്റകൃത്യം എങ്ങനെ ചെയ്യാം എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് കിട്ടുമ്പോൾ അതിനെ മറികടക്കാൻ എതിർ സ്ഥാനാർത്ഥി 2 വോട്ട് നേടണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥിയുടെ ഒരു വോട്ട് കൈവശമാക്കിയാൽ 2 വോട്ട് കിട്ടിയ ഫലമായി. എതിരാളിക്ക് കിട്ടിയ വോട്ട് അസാധുവാക്കിയാലും ഈ ഗുണമുണ്ടാകും. ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും ഈ കുറ്റകൃത്യങ്ങൾ തെളിവില്ലാതെ ചെയ്യാം എന്നതാണ് പ്രധാന സവിശേഷത. ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്തിരുന്ന കാലത്ത് അറിവില്ലായ്മ മൂലം ധാരാളം വോട്ടുകൾ അസാധുവായിരുന്നു. എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസമുള്ളവരുടെ വോട്ടാണ് അസാധുവാകുന്നതും നഷ്ടപ്പെടുത്തുന്നതും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുമ്പോഴും പോളിംഗ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾ ബാലറ്റ് പേപ്പറിലാണ് വോട്ട് ചെയ്യുന്നത്. ഈ വോട്ടുകളാണ് ഇങ്ങനെ തിരിമറി ചെയ്യുന്നത്. ബാലറ്റ് പേപ്പറിൽ വോട്ടറെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരുടെ വോട്ടാണ് തട്ടിയെടുത്തതെന്ന് മറ്റാർക്കും അറിയാനും കഴിയില്ല. അതുകൊണ്ട് തട്ടിപ്പുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വോട്ട് തട്ടിയെടുക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ വിപുലമായ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രധാന കാര്യം മാത്രം ചെയ്തില്ല. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ പല ദശകങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടിയിരുന്നത്? അയച്ചു കൊടുക്കുന്ന പോസ്റ്റൽ ബാലറ്റുകൾ വോട്ട് ചെയ്ത ശേഷം സുരക്ഷിതമായി തിരിച്ചു കിട്ടാനും സൗകര്യമുണ്ടാക്കണം. അത് ചെയ്തില്ല. പോളിംഗ് ഉദ്യോഗസ്ഥർ വീട്ടിൽ വെച്ച് ചെയ്ത വോട്ട് തപാൽ വഴിയോ മറ്റ് പ്രവർത്തകർ വഴിയോ യാതൊരു സുരക്ഷാ സംവിധാനവുമില്ലാതെ തിരിച്ചു നൽകുന്നു. ഇവിടെയാണ് അപകടം പതിയിരിക്കുന്നത്. പല പോളിംഗ് ഉദ്യോഗസ്ഥരും വോട്ട് ചെയ്ത ശേഷം കവറിലാക്കി ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനെ ഏൽപ്പിക്കും. പാർട്ടിക്കാർ കവർ തുറന്നു നോക്കുമ്പോൾ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവർ ആഗ്രഹിക്കാത്ത സ്ഥാനാർത്ഥിക്കാണ് വോട്ട് കൊടുത്തതെങ്കിൽ ആ വോട്ട് തിരുത്തി സ്വന്തം സ്ഥാനാർത്ഥിയുടെ പേരിലാക്കാം. സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ഒരു ടിക്ക് മാർക്ക് കൊണ്ടോ ക്രോസ് മാർക്ക് കൊണ്ടോ വോട്ട് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് തിരുത്താൻ യാതൊരു പ്രയാസവുമില്ല. ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്തയാൾ തിരുത്താൻ കഴിയാത്ത തരത്തിലാണ് അടയാളം ഇട്ടതെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ കൂടി അത്തരം അടയാളമിട്ട് ആ വോട്ട് അസാധുവാക്കാം. സ്വന്തം പാർട്ടിക്ക് കിട്ടാത്ത വോട്ട് നോട്ടയ്ക്ക് കൊടുത്താലും അതും നേട്ടമാണല്ലോ. ഈ നേട്ടം കൊണ്ട് ജനാധിപത്യത്തിനുണ്ടാകുന്ന കോട്ടം എന്താണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയെങ്കിലും പരിശോധിക്കണം. ഏത് സ്ഥാനാർത്ഥിക്കാണ് ഒരാൾ വോട്ട് ചെയ്തത് എന്ന കാര്യം ആ വ്യക്തി മാത്രം അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണല്ലോ പോളിംഗ് ബൂത്തിൽ മറപ്പുര കെട്ടി അതിനുള്ളിൽ വെച്ച് വോട്ട് ചെയ്യുന്നത്. വോട്ടെടുപ്പിൻ്റെ ഈ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുന്നു എന്നതാണ് പോസ്റ്റൽ ബാലറ്റിൻ്റെ ഏറ്റവും വലിയ ദോഷം. വോട്ടർ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് എന്ന കാര്യം അറിയാൻ ശ്രമിക്കുന്നതും ആ വോട്ട് ബാലറ്റ് പേപ്പറിൽ തിരുത്തുന്നതും കുറ്റകരമാണ്. പക്ഷേ അത് തിരിച്ചറിയാനുള്ള സംവിധാനം ഒന്നുമില്ലാത്തതുകൊണ്ട് കുറ്റവാളികൾ പിടിക്കപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. പോളിംഗ് ഉദ്യോഗസ്ഥരെ ബാലറ്റ് പേപ്പറിലൂടെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒട്ടേറെ കഷ്ടപ്പാടുകൾ ചെയ്യുന്നുണ്ട്. ബാലറ്റ് പേപ്പറുകളും പ്രസ്താവനകളും കവറുകളും തയ്യാറാക്കുക, അത് പോസ്റ്റ് ചെയ്യുക, തിരിച്ചു വാങ്ങുക, ഇതിനെല്ലാം വേണ്ടി വളരെയേറെ സമയം കമ്മീഷൻ ചെലവഴിക്കുന്നു. ഈ അധ്വാനമെല്ലാം ഫലത്തിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് കിട്ടുന്നത് എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. മാത്രമല്ല ഭീമമായ സംഖ്യയാണ് ഓരോ തിരഞ്ഞെടുപ്പിലും പോസ്റ്റൽ വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം? പോസ്റ്റൽ വോട്ട് സംവിധാനം നിർത്തലാക്കണം. പകരം അതാത് ബൂത്തിൽ ജോലി ചെയ്യുന്ന ബൂത്തിൽ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ സംവിധാനം വേണം. ഉദ്യോഗസ്ഥർക്ക് അവരുടെ മണ്ഡലത്തിൽ തന്നെ
പോളിങ്ങിനുള്ള ജോലി കൊടുത്താൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്ക് മറ്റൊരു വാർഡിലാണ് ജോലി കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ബാലറ്റ് പേപ്പർ കൂടി പോളിംഗ് സാമഗ്രികൾക്കൊപ്പം വിതരണം ചെയ്യാം. പോളിംഗ് സാമഗ്രികൾ മടക്കി നൽകുമ്പോൾ അതോടൊപ്പം പോളിംഗ് ബൂത്തിൽ വെച്ച് അവർ വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പറുകളും ശേഖരിക്കാം. സുരക്ഷിതമായ വോട്ടെടുപ്പ് രീതി അതാണ്. അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ പോസ്റ്റൽ ബാലറ്റ് സംവിധാനം ഉപേക്ഷിക്കുകയും പകരം സംവിധാനം കണ്ടെത്തുകയും വേണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അപേക്ഷിക്കുന്നു. പോസ്റ്റൽ ബാലറ്റ് കൊണ്ട് ലാഭമുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊന്നും ഈ ആവശ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടില്ല. ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മൾ പൊതുജനങ്ങൾക്കാണല്ലോ. അതുകൊണ്ട് ജനങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി.